അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഈ ശഅബാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ മേലിറങ്ങിയ ശഅബാനിലിറങ്ങിയ സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹ വ മലായിക്കത്തഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങിയ ആയത്തിൻ്റെയും പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും ഒക്കെ സർവ്വ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് മാപ്പ് ചെയ്ത് അല്ലാഹു തആല അവൻ്റെ പ്രത്യേക അനുഗ്രഹം നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. സാധുക്കളായ നമ്മിൽ നിന്ന്, നമ്മോട് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കട്ടെ. കത്തിയാളുന്ന തീക്കുണ്ടാരമാകുന്ന നരകത്തിൽ നിന്ന് അവരെയും നമ്മെയും അല്ലാഹു മോചിപ്പിച്ച് അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് വർഷിപ്പിക്കണം. ശഅബാൻ അല്പ ദിവസം ഒന്നിരിക്കൽ നാളെ അസ്തമിക്കുമ്പോഴേക്ക്, സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. അല്പ മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ശഅബാനിലും അവിടെ നിന്ന് അങ്ങോട്ട് റമളാനിലും പിന്നെ അങ്ങോട്ട് തുടരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. നമുക്കതൊരു രക്ഷാകവചമാണ്. സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സ്വലാത്ത്. ആ സ്വലാത്ത് നബിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ശഅബാനിനെ നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്തിറങ്ങിയത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് ഹബീബിൻ്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ, മഹാന്മാർ പഠിപ്പിക്കുന്നു, മരണസമയത്ത് നമ്മുടെ മുഖം പ്രകാശിപ്പിക്കും. 700 സ്വലാത്ത് എല്ലാ ദിവസവും ഒരാൾ ഹബീബായ തങ്ങളുടെ മേലിൽ ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാ, മരണസമയം അവൻ്റെ മുഖം പ്രകാശിക്കുകയും മരണസമയത്ത് ഹബീബായ തങ്ങളെ കാണാൻ അവന് സാധിക്കുകയും ചെയ്യും. ഹബീബായ തങ്ങൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ആ സദസ്സിൽ നിന്ന് ഇബ്ലീസ് ഓടി രക്ഷപ്പെടും. അപ്പോൾ മരണസമയത്ത് ഇബ്ലീസിൻ്റെ ഷർറില്ലാതെ നമുക്ക് റാഹത്തോടെ മരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് അതിൻ്റെ മഹത്വം പറയുമ്പോൾ മഹാന്മാർ പഠിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങളുടെ മേലിൽ ആരെങ്കിലും 10 സ്വലാത്ത് ദിവസേന ചെല്ലുകയാണെങ്കിൽ സിറാത്ത് പാലത്തിൽ അവനെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കും, അവനെ ഞാൻ സിറാത്ത് പാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി കാണാം, നബിയെ, നിങ്ങളുടെ മേലിൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാൽ, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ ഞാൻ കുടിപ്പിക്കാൻ സഹായിക്കും. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ വേണ്ടി പടച്ച റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീണിട്ടെങ്കിലും അവന് ഞാൻ സഹായം നൽകും. അപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് കാണാം, നബിയെ, നിങ്ങളുടെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് 10 ചെല്ലുകയാണെങ്കിൽ നാളെ അവനെ ഞാൻ റൂഹ് പിടിക്കുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഞാൻ റൂഹ് പിടിക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ അമ്പിയാക്കളുടെ റൂഹിനെ എങ്ങനെയാണോ പിടിച്ചത് അതുപോലെ ഞാൻ വളരെ മൃദുമായ രീതിയിൽ, എളുപ്പമായ രീതിയിൽ, വേദനയില്ലാതെ പ്രയാസപ്പെടാതെ ഞാൻ അവനെ റൂഹിനെ പിടിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം,
ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവന് ആ സ്വലാത്ത് അവനെ തർബിയത്ത് ചെയ്യും, അവനെ എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടുത്തും. സ്വയം തർബിയത്ത് ചെയ്യുന്ന ഒരു മുറബ്ബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമിയായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത, നന്മ ചെയ്ത് കാണാത്ത, നന്മയെപ്പറ്റിയിട്ട് കേൾക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിച്ച് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടാനുള്ള സാഹചര്യമൊരുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ജനങ്ങൾ കുശു പറയുന്നു. എന്താ പറയുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാം എനിക്ക് തിരിയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ സ്വകാര്യം പറയുന്നത്? എന്താണ് കാര്യം? അവർ പറഞ്ഞു, മൂസാ നബിയെ, ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിൽ ഒരിക്കലും മറവ് ചെയ്യരുത്. കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായി ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുസ്ലിമീങ്ങൾ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് പടച്ചറപ്പിൻ്റെ അദാബ് ഇറങ്ങുമ്പോൾ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾക്കത് പ്രയാസമായിട്ട് പോകും. അതുകൊണ്ട് കന്നുകാലികൾ ചത്താൽ അവരെ കുഴിച്ചിടുന്ന, അവരെ മറവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ കുഴിച്ചിടണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പലതും പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. അവസാനം അദ്ദേഹത്തെ മൃഗങ്ങൾ കുഴിച്ചിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് തിരിച്ചു പോരുമ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് ദിവ്യബോധനം നൽകുകയാണ്. മൂസാ നബിയെ, നിങ്ങളെന്താണ് ചെയ്തത്? ആ മനുഷ്യനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി മുസ്ലിമീങ്ങളെ ശ്മശാനമായ ആ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി പറഞ്ഞു, നബി അല്ലാഹുവേ, എന്താണ് ഈ കേൾക്കുന്നത്? ജനങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഒരു ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യുന്നതായി അദ്ദേഹത്തിൽ നിന്നൊരാളും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള ഖബറാളികൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ്, പക്ഷേ ജനങ്ങളാരും കേൾക്കാത്ത, ജനങ്ങളാരും കാണാത്തൊരു നന്മ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൗറാത്ത് വായിക്കുമായിരുന്നു. തൗറാത്ത് വായിക്കുന്ന അദ്ദേഹം ആ തൗറാത്തിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നന്മകൾ പറയുന്ന, മഹത്വങ്ങൾ പറയുന്ന, റസൂലുള്ളാൻ്റെ ഖുസൂസിയാത്ത് പറയുന്ന ഒരു ഭാഗം എത്തുമ്പോൾ തൗറാത്ത് ഉയർത്തുകയും അദ്ദേഹം അതിൽ ചുംബിക്കുകയും ആ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്തരം നന്മ ചെയ്തതിനാൽ അദ്ദേഹത്തെ ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ് നബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന, മുഹമ്മദ് നബിയുടെ പേര് കാണുമ്പോൾ, അവിടുത്തെ വിശേഷണം കാണുമ്പോൾ അതെടുത്ത് ചുംബിക്കുന്നൊരു മനുഷ്യനെ ഒരിക്കലും ഞാൻ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം സ്വാലിഹീങ്ങളിൽ എഴുതപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നെടുത്ത് മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യൂ എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിലുള്ള സ്വലാത്തിൻ്റെ മഹത്വം നാം ഓർക്കണം. അതുകൊണ്ട് സ്വലാത്ത് എപ്പോഴും അധികരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.